തിളങ്ങുന്ന കേരളത്തിലെ നീലജലത്തിൽ കഥകളിലും സ്വപ്നങ്ങളിലും പ്രിയപ്പെട്ട ഒരു മത്സ്യമുണ്ട്. എന്താണ് ആ മീനിന്റെ രഹസ്യങ്ങൾ? ഒമേഗ 3 ഹൃദയത്തിനും തലച്ചോറിനും ആവശ്യമുള്ളത് ഏറെയുണ്ട്. ശക്തിക്കും വളർച്ചയ്ക്കും ആവശ്യമുള്ള പ്രോട്ടീൻ അടങ്ങിയ പോഷകാഹാരം, എല്ലുകൾക്ക് ആവശ്യമായ കാൽസ്യം, വൈറ്റമിനുകൾ എന്നിവ ധാരാളം. രോഗപ്രതിരോധ പിന്തുണ മുതൽ ചർമ്മം വരെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രിയപ്പെട്ട ഈ മത്സ്യം മറ്റേതുമല്ല, നമ്മുടെ സ്വന്തം ചാള അഥവാ മത്തി തന്നെ. നമുക്കൊരു വീഡിയോ കാണാം. പല വിധത്തിൽ മത്തി പാചകം ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ രീതിയിൽ പാചകം ചെയ്താൽ നമുക്ക് മത്തിയെ രുചിയുടെ രാജകുമാരിയാക്കി മാറ്റാം. വീഡിയോ ഫോർവേഡ് ചെയ്യാതെ എൻ്റെ കൂടെ കൂടിക്കോളൂ. വെൽക്കം ബാക്ക് ടു കുക്കിംഗ് ആൻഡ് ലൊക്കേഷൻസ്. നമസ്കാരം, അസ്സലാമു അലൈക്കും. അരമുറി നാളികേരം നമ്മൾ ആദ്യമായിട്ട് ഇതിനെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചിരകിയെടുത്ത് ഒരു മിക്സിയിലെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് പിഴിഞ്ഞെടുത്ത് നാളികേരപ്പാലെടുക്കണം. പിന്നെ ഈ മൺചട്ടിയുടെ അത്ര ടേസ്റ്റ് ഒന്നും ചാളക്കറി മറ്റൊന്നിലും വെച്ചാൽ നമുക്ക് കിട്ടില്ല. നമുക്ക് അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, തക്കാളി, നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. ചെറുള്ളിയും കൂടി മാറ്റി വെക്കണം കേട്ടോ. പച്ചമുളക് നീളനെ മുറിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്. ഒരു നല്ല പുളിയുള്ള തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരും. കല്ലുപ്പാണ് നമുക്ക് ഏറ്റവും നല്ലത് കറിക്ക്, മാത്രമല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ കല്ലുപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കാം. നന്നായി തിളച്ചതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പുളിയുള്ള നല്ല മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാള പല രീതിയിൽ എല്ലാവരും കട്ട് ചെയ്യും. ചിലർ ചെറിയ കഷ്ണങ്ങളാക്കും, ചിലർ മുഴുവനോടും, ചിലർ തലയോട് കൂടി ഇടും. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി തല ഉപേക്ഷിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ആഡ് ചെയ്യാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വെക്കാവുന്ന ഒരു രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ചൂടുള്ള ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 5-10 ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞത്, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഇതിനെ താളിക്കുക എന്നാണ് നമ്മൾ തൃശ്ശൂർക്കാരൊക്കെ പറയുക. കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. ഇപ്പം എല്ലാവരും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് കൊടുക്കുക, ആരും ഇത് ഒഴിവാക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഇതുപോലുള്ള മനോഹര വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് പോയി നമ്മുടെ സ്പെഷ്യൽ മത്തി എല്ലാവരും കറി വെച്ച് കഴിക്കുക. താങ്ക് യു വെരി മച്ച്.